തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കോട്ടയം ജില്ലയിൽ 69 തദ്ദേശ സ്ഥാപനങ്ങളിലെ 1611 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി കോട്ടയം ജില്ല ഒരുങ്ങി. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് ജില്ലയിൽ പോളിംഗ് നടക്കുന്നത്. വൈകിട്ട് 6 മണി വരെ വരിയിൽ നിൽക്കുന്നവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അവസരമൊരുക്കും. പോളിംഗ് ദിവസം ജില്ലയിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത്, 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 71 ഗ്രാമപഞ്ചായത്തുകൾ, 6 നഗരസഭകൾ എന്നിവയുൾപ്പെടെ 89 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 1611 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1925 ബൂത്തുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ജില്ലയിൽ 16,41,249 വോട്ടർമാരാണുള്ളത്. 5,281 സ്ഥാനാർത്ഥികളാണ് വിവിധ ത്രിതല പഞ്ചായത്ത് സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്ക് 83 പേരും, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 439 പേരും, ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 4032 പേരും, നഗരസഭയിലേക്ക് 677 പേരുമാണ് സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. 9514 ബാലറ്റ് യൂണിറ്റുകളും 3403 കൺട്രോൾ യൂണിറ്റുകളുമാണ് വോട്ടെടുപ്പിനായി തയ്യാറാക്കിയിരിക്കുന്നത്. 3 ബാലറ്റ് യൂണിറ്റുകൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നീ ക്രമങ്ങളിലാണ് സജ്ജീകരിക്കുന്നത്. വോട്ട് ചെയ്യാനെത്തുന്നവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ID കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ പതിച്ച SSLC ബുക്ക്, തെരഞ്ഞെടുപ്പ് തീയതിക്ക് 6 മാസം മുമ്പെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും ലഭിച്ച ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ താൽക്കാലിക തിരിച്ചറിയൽ കാർഡ് എന്നിവയിലേതെങ്കിലും ഹാജരാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 6-ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മോക്ക് പോളിംഗിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ ക്ലിയർ ചെയ്ത ശേഷമാണ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നത്. ബാലറ്റ് യൂണിറ്റുകൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നീ ക്രമത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. വോട്ടർമാർ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള ബട്ടൺ അമർത്തുമ്പോൾ ബീപ്പ് ശബ്ദം കേൾക്കും. സ്ഥാനാർത്ഥിയുടെ ബട്ടണിന് നേരെയുള്ള ലൈറ്റ് തെളിയുമ്പോൾ വോട്ട് രേഖപ്പെടുത്തിയതായി ഉറപ്പാക്കാൻ കഴിയും. 3 തലങ്ങളിലേക്കുമുള്ള വോട്ട് രേഖപ്പെടുത്തൽ ശരിയായ രീതിയിൽ പൂർത്തിയാക്കുമ്പോൾ നീണ്ട ബീപ്പ് ശബ്ദവും കേൾക്കാം. 1-2 തലങ്ങളിലേക്ക് വോട്ട് ചെയ്യാതെ ഒഴിവാക്കാൻ വോട്ടർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവസാനത്തെ ബാലറ്റ് യൂണിറ്റിലെ ചുവന്ന എൻഡ് ബട്ടൺ അമർത്തി വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. എൻഡ് ബട്ടൺ അമർത്തുമ്പോൾ നീണ്ട ബീപ്പ് ശബ്ദം കേൾക്കാൻ കഴിയും. വോട്ടർ എൻഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഒരു തട്ടിലേക്കും പിന്നീട് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുകയുമില്ല. പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങിയ ഉദ്യോഗസ്ഥർ അതാത് ബൂത്തുകളിലെത്തി ക്രമീകരണങ്ങൾ ആരംഭിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.